ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇട്ടൻ്റെ ലാലാലൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ കേക്കല്ല ബിരിയാണി വയ്ക്കാൻ പോവാണ്. ഇട്ട ഭയങ്കര പണിയിലാണ്. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ചെറുതായിട്ട് കഴിപ്പിക്കാൻ പ്ലാൻ ഇട്ടത്. ജസ്റ്റ് കേക്ക് കുറിക്കുക, കുറച്ച് ഞങ്ങൾ വീട്ടിൽ കുറച്ച് ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് പ്ലാന്. പിന്നെ ഒരു 10 മണി ആയപ്പോഴാണ് ചെറിയേട്ടൻ വന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവരും ഗ്രാൻഡ് ആക്കുക, ഫ്രണ്ട്സിനൊക്കെ വിളിക്കാമെന്ന്. പെട്ടെന്നിട്ട് പ്ലാൻ മാറിയത്. അപ്പോൾ ഞങ്ങൾ അതുവരെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പെട്ടെന്ന് വീണ്ടും ഉള്ളി അരിയുന്നു, വീണ്ടും വാട്ടുന്നു. രണ്ട് ബിരിയാണി വയ്ക്കേണ്ട പണിയായിട്ടോ. ആ നീറ്റ് വന്ന് ഇരുത്തം കണ്ടില്ലേ, ആ ഇരുത്തത്തിലാണ് ഒക്കെ ഉണ്ടായത്. പിന്നെ എല്ലാം പിടിയുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനോ ഈ കുക്കിംഗ് വീഡിയോ ഞാൻ ബിരിയാണി വയ്ക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ചെക്കപ്പൊക്കെ പാച്ചിൽ നമുക്ക് ബിരിയാണി എടുക്കേണ്ട സ്റ്റെപ്പൊന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചോറുകളുടെ മസാലയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ നമ്മുടെ ജിഷ്ണ രണ്ടാമത് കൊടുക്കുന്ന ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. മറ്റേ ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഏട്ടന്മാരൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കട്ടെ, ചിക്കൻ വറക്കുകയാണ്. ഒരു സ്റ്റൗമ്മലും ഒരു അടുപ്പിലും ഉരുളിയിലൊക്കെ ചിക്കൻ അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സെലിബ്രേഷനുള്ള സമയമായി. അപ്പോൾ നമ്മൾ കേക്കൊക്കെ 2 കേക്ക് ഉണ്ടായിട്ട് നമ്മൾ ഏട്ടന്മാരുടെ ഫ്രണ്ട്സിൻ്റെ വകയും ഏട്ടൻ്റെ വകയും കേക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ സമയപ്പോ നമ്മൾ ഇവരെ വിളിക്കാൻ പോതാട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഇല്ലേ പണിക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ആകാശേട്ടാ, വിവേകേട്ടാ. കളിക്കാക്ക കേറി. അങ്ങനെ പരസ്പരം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ള ടാഗൊക്കെ പരസ്പരം ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ പിള്ളേർസൊക്കെ വന്ന് നമ്മൾ കേക്ക് മുറിച്ചിട്ടോ. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ സുട്ടുട്ടാട്ടനും വൈഫുമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവരുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ വരില്ല എന്ന് വിചാരിച്ചു. കാരണം കല്യാണം ഇന്നലെ കഴിഞ്ഞുള്ളൂ, വിരുന്നൊക്കെ ഉണ്ടാവിച്ചിട്ട് വരില്ല വിചാരിച്ചാണ്. പക്ഷെ അവർ വന്നപ്പോൾ ഭയങ്കര അച്ഛന്മാരായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. കിട്ടിയ ഗിഫ്റ്റൊക്കെ അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തിട്ടോ, നമ്മൾ കൊടുത്ത ഡ്രസ്സാട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇറ്റ്സ് മീ സനി. അപ്പോൾ ബൈ.